ഹലോ, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. അതായത് നമ്മുടെ കൂടെ നല്ല ഫ്രണ്ട്സ് കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ആണോ പെണ്ണോ ആയിക്കോട്ടെ, കുട്ടികളോ ആയിക്കോട്ടെ, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവർ അവരെപ്പറ്റി അപവാദം പറയുമ്പോൾ നമ്മൾ ആ വ്യക്തികളെ എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ കൂടെ നടക്കുന്നവർ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റണം. എന്താ, നമ്മുടെ കൂടെ ഇത്രയും നാളും കൂട്ടുകൂടി നടന്ന വ്യക്തിയെ മറ്റുള്ളവർ കുശുമ്പും അസൂയയും ഏഷണയും പറയുമ്പോൾ അവരുടെ ഉള്ളിലെ അസൂയയും കുശുമ്പും എത്രത്തോളം ഉണ്ടായിരിക്കും? പക്ഷേ അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. അവരെന്തും പറഞ്ഞോട്ടെ, അവർക്ക് പല ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും സങ്കടവും അസൂയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ കുറ്റം പറയുന്നത്. പക്ഷേ നമ്മുടെ കൂടെ വ്യക്തി നടക്കുമ്പോൾ നമുക്കറിയാം അവർ നല്ലവരാണോ കെട്ടവരാണോ എന്ന് നമുക്കറിയാൻ പറ്റും. അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം, സംസാരത്തിലൂടെ പെരുമാറ്റത്തിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വേറൊരാൾ പറഞ്ഞിട്ട് വേണ്ട നമ്മൾ കൂട്ടുകൂടണോ വേണ്ടയോ എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് വേറെ ആൾ പറഞ്ഞിട്ട് നമ്മളത് ചെയ്യരുത്. നമുക്കറിയാം നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തി നല്ലതാണോ ചീത്തയാണെന്ന്. ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൂടെ കൂട്ടുകൂടി ചിലപ്പോൾ ഒരാഴ്ചയായുള്ളൂ, ഒരാണോ പെണ്ണോ ആയിക്കോട്ടെ, കൂട്ടുകൂടി കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം അടുത്ത കൂട്ടൊക്കെ കൂടി നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ 2-3 ദിവസം ആകുമ്പോഴത്തേനും എടി ആണോ പെണ്ണോ ആയിക്കോട്ടെ ഒരു 500 രൂപ കടം തരുമോ, ഒരു 1000 രൂപ തരാമോ? അപ്പോൾ ആ വ്യക്തികൾ നമ്മളെങ്ങനെ മനസ്സിലാക്കാം? എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ഒരു ലേഡിയാണ്. ഇങ്ങനെ 2 ദിവസമായി കൂട്ടുകൂടി 500 ഇട്ട് കൊടുത്തു. പിന്നെ 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, പൈസയുടെ ഒരു അനക്കവും ഇല്ല. ഒരു 2.5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പൈസ ചോദിച്ചു. നീ എപ്പോൾ തന്നു? എവിടെ? ഞാൻ നിനക്ക് തിരിച്ചു തന്നില്ലേ? ഞാൻ പക്ഷേ കുറച്ച് തർക്കിച്ചു. അവർ പറയണത് എനിക്ക് പൈസ ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടേ ഇല്ലെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമ്മളൊരു മനുഷ്യർ ആര് നമ്മളോട് കൂട്ടുകൂടിയാലും പൈസ കടം ചോദിച്ചുള്ള പരിപാടി നമുക്ക് വേണ്ട. അങ്ങനെ ഒരു ബന്ധം വേണ്ട, സുഹൃത്ത് ബന്ധം വേണ്ട, കൂട്ടുകാർ വേണ്ട. മനസ്സിലായോ? അങ്ങനെയുള്ള നമ്മളൊരു ഫ്രണ്ട്സിനെ നമ്മളെ മാറ്റി നിർത്തുക. അങ്ങനെ ബന്ധം നമുക്ക് വേണ്ട. എനിക്കൊരു അനുഭവമുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നല്ല കൂട്ടുകാരെ കൂടെ കൂട്ടുക. മാക്സിമം നമ്മൾ ഒരു ഫ്രണ്ട്സും വേണ്ട. നമ്മൾ തനിച്ച് നടക്കുക. നമ്മൾ തനിയെ വഴിവെട്ടി മുന്നോട്ട് പോവുക. അതാണ് ഏറ്റവും നല്ലത്. ആരും വേണ്ട, ഫ്രണ്ട്ഷിപ്പേ വേണ്ട. ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാണ്. പിന്നെ കുറ്റങ്ങളായി, കുറവുകളായി, അതായി ഇതായി, അതിനൊക്കെ നല്ലത്, ഏറ്റവും നല്ലത് നമ്മൾ തനിച്ച് നടക്കുക, തനിച്ച് പോവുക, തനിച്ച് വരിക. ഇതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്ന പാഠമാണ് തനിച്ചുള്ള യാത്ര. ഒറ്റയ്ക്കുള്ള യാത്ര സൂപ്പറായിരിക്കും, എൻജോയ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ആലോചിച്ച് നോക്ക്.